അന്ധവിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിലേക്കുള്ള യാത്ര. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കേൾക്കുന്നു, രാത്രി നഖം വെട്ടരുത്, മുടി ചീകാൻ പാടില്ല, രാത്രി തുണി നനയ്ക്കരുത്, ഉപ്പ് ഭരണിയിൽ വയ്ക്കണം, ഇവ ചെയ്യാതാൽ ദോഷം വരുമെന്നും ഭയമുണ്ടാക്കുന്ന വാക്കുകൾ. പക്ഷെ സത്യം പറയട്ടെ, ഇവയെക്കുറിച്ച് കൂടുതൽ പറയുന്നത് പലപ്പോഴും പഴയ തലമുറയാണ്. പക്ഷേ പുതിയ തലമുറ ഇന്ന് ചിന്തിക്കുന്ന യുവാക്കൾ സത്യം അന്വേഷിക്കുകയാണ്. കാരണം അവർക്ക് ഭയമല്ല, സത്യം വേണം. ഒരു നിമിഷം ചിന്തിക്കൂ, ഈ കാര്യങ്ങൾ ദൈവം പഠിപ്പിച്ചതാണോ? ബൈബിൾ പറയുന്നു, ദൈവം നമുക്ക് ഭയത്തിന്റെ ആത്മാവ് നൽകിയിട്ടില്ല. 2 തിമോത്തി 1:7 മനുഷ്യരുടെ ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോകരുതെന്ന് കൊലോഷ്യൻസ് 2:8 പറയുന്നു. സത്യം ഇതാണ്, ഇവ എല്ലാം പഴയ കാലത്ത് സുരക്ഷയും ശുചിത്വവും കാക്കാൻ പറഞ്ഞ ശീലങ്ങൾ മാത്രം. ഇന്നവ അന്ധവിശ്വാസമായി മാറിയതാണ്. എന്നാൽ ദൈവം നമ്മെ വിളിക്കുന്നത് ഇതിലേക്കല്ല, ഭയത്തിലേക്കല്ല, ബന്ധത്തിലേക്ക്, അന്ധവിശ്വാസത്തിലേക്കല്ല, സത്യവിശ്വാസത്തിലേക്ക്. മാത്യു 5:13 പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങളുടെ ജീവിതം ലോകത്തെ മാറ്റണം. ഭയത്തിൽ കഴിയുന്ന ജീവിതമല്ല, സത്യത്തിൽ നിൽക്കുന്ന ജീവിതം. ഇന്നിവിടെ നമുക്കൊരു തീരുമാനമെടുക്കാം. നാം കേട്ടതെല്ലാം വിശ്വസിക്കാതെ സത്യം പരിശോധിക്കാം, അന്ധവിശ്വാസത്തിൽ വിട്ടേക്കാം, ക്രിസ്തുവിനെ മാതൃകയാക്കി ജീവിക്കാം. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്, ഭയമല്ല, വിശ്വാസമാണ്. കൺക്ലൂഷൻ: ഭയം നമ്മെ ബന്ധിപ്പിക്കും, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. ഇന്നു മുതൽ ഭയം വിടാം, ക്രിസ്തുവിൽ ജീവിക്കാം. ആമേൻ.